നിമിഷം മൗനമായി നിങ്ങളുടെ ജീവിത വിഷമങ്ങളും വേദനകളും ഇപ്പോൾ നിങ്ങൾ അലട്ടുന്ന ജീവിത പ്രശ്നങ്ങളും ഓൺലൈനിലുള്ളവരും ഇവിടെ ഉള്ളവരും ഇപ്പോൾ മനസ്സിലോർക്കുക. മാതാവ് ആ വിഷയം അതുപോലെ എടുത്ത് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കാൻ പോകുന്ന സമയമാണ്. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ എന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. ഈശോ 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ ഈശോ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈ അൾത്തറയിൽ നടന്ന 10,000 ആരാധന ശക്തിയാൽ അങ്ങയുടെ അവകാശവും അങ്ങനെ ഓഹരിയുമാകുന്ന ജനങ്ങളുടെ മേലെ കർത്താവിൻ്റെ രക്തം തളിക്കപ്പെടട്ടെ. മാരക രോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ യേശു ക്രിസ്തു നാമത്തിൽ മാറിപ്പോകട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. സദയം തുടേണേ സുഖമായി എന്നെ അരികിൽ വരേ സദയം തുടേണേ സുഖമായി എൻ്റെ മക്കളെ, ഇത് മാതാവ് പ്രത്യക്ഷപ്പെട്ട പുണ്യഭൂമിയാണ്. 10,000 സുഖപ്പെടുത്തപ്പെട്ട ദൈവാനുഭവം പ്രാപിച്ച് ജീവിതം വീണ്ടെടുത്ത സ്ഥലത്തിലേക്ക് ദൈവം ഈ കണ്ണീരിൻ്റെ കാലത്ത് ദൈവപൈതലെ നിന്നെ കൊണ്ടുവന്നിരിക്കുന്നത് നിന്റെ ആഗ്രഹത്തെക്കാൾ ഉപരി ദൈവത്തിൻ്റെ ആകർഷണമാണ്. കൈയടിക്കട്ടെ, ശ്രുതിക്കട്ടെ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. അമ്മേ, പരിശുദ്ധമേ, ദേവമാതാവേ, ഓരോ മകൻ്റെ പേരും മകന് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. കർത്താവിൻ്റെ കരുണ, കർത്താവിൻ്റെ ശക്തി, കർത്താവിൻ്റെ തിരുമുറിവാർന്ന അനുഗ്രഹത്തിൻ്റെ ആണിപ്പെടുത്താറുന്ന അത്ഭുത കരം, അടിപ്പിണർ പോലെ, വൈദാഘാതം പോലെ ദൈവികമായ ശക്തി നിങ്ങളിലേക്ക് ആവസിക്കട്ടെ. മാരക രോഗങ്ങൾ, തീരാവേദികൾ, ഈ ദുരിതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് മക്കളെ, ജോലി ഇല്ലാത്തവരുണ്ട്, നടത്തിക്കൊണ്ടിരിക്കുന്ന വരുമാന മാർഗം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്, ചില കടകമ്പോളങ്ങളും ബിസിനസ് സ്ഥാപനങ്ങളും മുങ്ങി പോകുന്നവരുണ്ട്. അത് ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി അവർ വെള്ളം കുടിക്കുന്ന അവസ്ഥയുണ്ട്. കർത്താവേ, ഞങ്ങളുടെ ജീവിതം തീർന്നു പോകുന്നവർക്ക് കണ്ണീരോടെ അവസാനത്തെ പിടിവള്ളി പോലെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ അഭയം തേടിയ മക്കളുടെ മേൽ ദൈവത്തിന്റെ കരുണ ജ്വലിക്കട്ടെ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സ്വസ്ഥം ചെയ്യുന്നു. വിവാഹം ഒത്തുവരാത്ത മക്കള് 50 വയസ്സായിട്ടും 40 വയസ്സായിട്ടും 30 വയസ്സായിട്ടും വിവാഹം ഒത്തുവരാത്ത പുരുഷന്മാരെയും സ്ത്രീകളെയും അവിടെ കണ്ണുനീര് അങ്ങയുടെ തിരുസന്നിധിയിൽ കർത്താവെ ഞാൻ സമർപ്പിക്കുന്നു. ഈശോയെ, അവരെ ഏറ്റെടുക്കണം. മക്കളില്ലാത്തവർ ഒരു കുഞ്ഞെങ്കിലും ഉണ്ടായാൽ മതിയെന്ന് വിചാരിച്ചുകൊണ്ട് അത് ദൈവത്തിന് വേണ്ടി കൊടുത്തേക്കാം, എനിക്കൊന്ന് പ്രസവിച്ചാൽ മതിയെന്ന് വിചാരിച്ചുകൊണ്ട് അത്രയും മാനസഹജമായ വേദന അനുഭവിക്കുന്നവരുണ്ട്. അമ്മേ, അവരൊന്നും കണ്ണുനീരോടെ അവരെ വെറും കൈയോടെ വിടരുത്. അമ്മേ, അവരെ സ്പർശിക്കണം. എത്രയോ മക്കൾക്ക് അമ്മ ദാനം നൽകിയതാണ്. വീടില്ലാത്തവർ, കിടക്കാൻ ഇടമില്ലാത്തവർ, കയറ്റി കിടക്കാൻ ആളില്ലാത്തവർ, ബന്ധുക്കളില്ലാത്ത, സ്വന്തമില്ലാത്തവർ, ദൈവമേ എല്ലാം ഞങ്ങളെ കൈവിട്ടെന്ന് ഓർത്തുകൊണ്ട് വേദനപ്പെടുന്ന പ്രാർത്ഥിക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ കരുണ ചൊരിയട്ടെ.
നിങ്ങൾ ഉപ്പ് ഇട്ട് പ്രാർത്ഥിക്കണമെന്ന് പറയണില്ലേ? എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളതൊരു ശുദ്ധപ്രയോഗം പോലെ ചെയ്യരുത്. ഉടമ്പടിയിൽ ഉപ്പ് തന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അത് അറിയാവുന്നവർ മാത്രമേ അത് അപ്ലൈ ചെയ്യാവൂ. കാര്യം അതിൻ്റെ ഉദ്ദേശം എന്ന് പറയണത്, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഉപ്പിട്ട കാര്യം പറഞ്ഞപ്പോൾ സാക്ഷ്യം പറഞ്ഞ ലേഡി പറയണത് അത് കർത്താവിൻ്റെ രക്തമാണെന്നൊക്കെ. അപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അത് അവിടെ കയ്യിൽ നിന്നിട്ട് കാച്ചണതാണ്. ഇതൊക്കെ കയറിപ്പോവുകയില്ലേ? ഇതൊന്നുമല്ല വിഷയം. ഉപ്പ് എന്താ വിഷയമെന്ന് അറിയണം നമ്മൾ. അതെന്താ പ്രശ്നം എന്ന് പറയണത്? ഇത് ഈ നോട്ട് ബൈ ഉടമ്പടി വർക്ക് ചെയ്യണത് എങ്ങനെയാണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതെന്താണ്? അത് എപ്പോഴും ഓർക്കണം. ഉടമ്പടിയുടെ സ്പേസ് എന്ന് പറയണത് എൻ്റെ നോട്ട് ബൈ മെറിറ്റ്, എൻ്റെ യോഗ്യതയല്ല, അങ്ങയുടെ കൃപയെന്നാണ്. അത് തന്നെയാണ് ഈ ഉപ്പിൻ്റെ പ്രയോഗത്തിൻ്റെ അകത്ത് വരണത്. ഉപ്പിൻ്റെ പ്രയോഗം ബൈബിളിൽ ഉടമ്പടി ഉപ്പെന്നാണ് വിളിക്കുന്നത്. അതിനെ ബൈബിളുള്ളതാണ് ഉടമ്പടി ഉപ്പ്, അല്ലാതെ കൃപാസനത്തിന് വേണ്ടി തന്നെ അല്ല. ഉടമ്പടി ഉപ്പ് ബൈബിളിലുള്ളതാണ്. പക്ഷെ ഉപ്പ് ഉപയോഗിക്കുന്നത് എപ്പോഴാണ്? അഹ്റോന് അതുപോലെ ലേവ്യ സന്തതികൾക്കും ഇസ്രയേലിൻ്റെ ഭാഗം വെച്ചപ്പോൾ ഓഹരിയില്ല. അപ്പോൾ മോസസ് അഹ്റോനോട് പറയും, ലേവ്യ പുത്രന്മാർ പുരോഹിതന്മാർ അൾത്താര ശുശ്രൂഷകരാണ്, അവർക്ക് ഇസ്രയേലിൽ ഓഹരിയില്ല. ദൈവമായ കർത്താവായ ദൈവം തന്നെയാണ് അവരുടെ ഓഹരി. അതുകൊണ്ട് ബലിവസ്തുക്കളിൽ ഉപ്പ് തളിച്ചതുകൊണ്ട് അത് ആരും എടുക്കരുത്, അത് ലേവ്യ കുടുംബത്തിലുള്ളതാണെന്ന് പറയും. അതാണ് ഉപ്പ് തളിക്കേണ്ടത് ദൈവത്തിനുള്ളതാണെന്ന്. അതാണ് എൻ്റെ അർത്ഥം. നമ്മൾ ഉപ്പ് കൊണ്ട് തളിച്ചതിൻ്റെ അർത്ഥം എന്താണ്? വിശ്വാസ പ്രമാണം ചൊല്ലിയത് അർത്ഥത്തിൻ്റെ അർത്ഥം എന്താണ്? ഞാനിവിടെ തോറ്റിരിക്കുന്നു, എനിക്കിവിടെ അവകാശമില്ല, എൻ്റെ അവകാശം കർത്താവാണെന്ന്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. അത് നമ്മൾ അറിയണമെങ്കിൽ, അത് വായിക്കണമെങ്കിൽ സംഖ്യ എടുത്ത്, സംഖ്യ 18, 18, 19, 20 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. സംഖ്യ 18:19. ഇസ്രായേൽ ജനം കർത്താവിന് നീരാജനമായി സമർപ്പിക്കുന്ന ഉപ്പ് തളിച്ച് സമർപ്പിക്കുന്ന വിശുദ്ധ കാഴ്ചകളെല്ലാം നിനക്കും പുത്രന്മാർക്കും പുത്രിമാർക്കും ശാശ്വത അവകാശമായി ഞാൻ നൽകുന്നു. കർത്താവിന്റെ സന്നിധിയിൽ നിനക്കും സന്തതികൾക്കും ഇത് എന്നേക്കും നിലനിൽക്കുന്ന അലംഘനീയമായ ഉടമ്പടിയായിരിക്കും. 18-20 വായിച്ചേ. കർത്താവ് അഹറോനോട് അരുളി ചെയ്തു, ഇസ്രായേലിൽ നിനക്ക് ഭൂമി അവകാശമായി ലഭിക്കുകയില്ല. അവരെ പോലെ നിനക്ക് ഓഹരിയും ഉണ്ടായിരിക്കുകയില്ല. ഞാനാണ് നിന്റെ അവകാശവും ഓഹരിയും. ഇതാണ് ഉപ്പ് തളിക്കാനോട് ഉദ്ദേശിക്കുന്നത്. എന്താണ്? എനിക്ക് ഇതിൻ്റെ അകത്ത് കഴിവില്ല, എനിക്ക് ഇതിൻ്റെ അകത്ത് ഓഹരിയില്ല. എൻ്റെ ഓഹരി എൻ്റെ കർത്താവാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇതാ സംഭവം. സൈന്യത്താലെ അല്ല, ശക്തിയാലെ അല്ല, കർത്താവിൻ്റെ ആത്മാവിനാൽ. മരുന്നോ ലേപനമോ അല്ല, കർത്താവിൻ്റെ വചനമാണ്. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത് ചെയ്യുമ്പോൾ വിശ്വാസപ്രമാണം ചങ്കെ കൊണ്ട് ചൊല്ലിയിട്ട് വേണം അത് പ്രയോഗിക്കാൻ. ഇത് വിശ്വാസ പ്രയോഗമെന്ന് പറയും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, പുതിയ ആൾക്കാർ കേൾക്കാം. വിശ്വാസത്തെ ഉടമ്പടിയിൽ നമുക്കറിയാം, വിശ്വാസത്തെ നമുക്ക് പ്രാർത്ഥനയാക്കി മാറ്റാം, വിശ്വാസത്തെ നമുക്ക് പ്രഖ്യാപനമായി മാറ്റാം,
വിശ്വാസത്തെ നമുക്ക് പ്രയോഗമായി മാറ്റാം. ഇപ്പോൾ ഉടമ്പടിയിലാണ് പ്രയോഗവിധികളുള്ളത്, വിശ്വാസത്തെ പ്രയോഗമാകും. ഇപ്പോൾ എന്താണ് ഇപ്പോൾ ഇവർ പറയണത്, ഇവർ PT പരീക്ഷയ്ക്ക് പോകും. ഇപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കാര്യം പറഞ്ഞല്ലേ, സ്ഥലത്തിൻ്റെ കാര്യം ഇവർ ഒപ്പിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഈ വില്ലേജ് ഓഫീസറിന് സാറിനോട് ഇത് കാര്യം പറഞ്ഞു, ഇതാണ് സംഭവം എന്ന് പറഞ്ഞു. പുള്ളി അവിടെ ഇരുന്നിട്ട് അപ്പം തന്നെ പച്ച മഷി എടുത്തിട്ട് സാങ്ഷനാക്കും. ഓൺ ദി സ്പോട്ട് സാങ്ഷനാക്കുകയാണ്. 3 കൊല്ലത്തെ ഫയൽ അവിടെ ഇരിപ്പുണ്ട്. 3 കൊല്ലത്തെ ഫയൽ അവിടെ ഇരിപ്പുണ്ടെന്ന് അറിയണോ? എന്നിട്ട് സാങ്ഷനാക്കിയിട്ട് അദ്ദേഹമാണെങ്കിൽ ഒരു എന്തോ ഹാൻഡിക്യാപ്ഡായിട്ടുള്ള ആളാണ്. അദ്ദേഹം എന്നിട്ട് അവിടെ നിന്ന് വീൽ ചെയർ ഉന്തി അദ്ദേഹം ഈ ആദ്യം മുടക്ക് പറഞ്ഞ ആളിൻ്റെ അടുത്ത് വരും എന്ന് പറയും, സാങ്ഷൻ ആക്കിയിട്ടുണ്ട്, സെറ്റ് ചെയ്തേക്കാൻ പറയും. അപ്പോഴേ എന്നിട്ട് വില്ലേജ് ഓഫീസർ പോകും. അപ്പോൾ ഈ സൂപ്രണ്ട് പറയും, മാഡം എന്ത് ചതിയാണ്, നടക്കത്തില്ല. കാര്യം നിങ്ങളോട് ആദ്യം ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഫയൽ ഇങ്ങനെ ഇരിക്കണം കണ്ടില്ലേ, 3 കൊല്ലത്തെ ഉണ്ടെന്ന് പറയും. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പോരും. അവർ അതിൻ്റെ പേരിലൊന്നും പറയാൻ നിൽക്കില്ല. എന്താ കാര്യം, ഉടമ്പടിയിലുള്ളവർ അധികം സംസാരിക്കത്തില്ല. നമുക്ക് അവരോട് സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ സെൻറ്ററിലല്ലേ സാധനം പിടിക്കുന്നത്, അതെപ്പോഴും ഓർക്കണം നിങ്ങൾ. സെൻറ്ററിൽ പിടിപാടുള്ളവർ അധികം സംസാരിക്കത്തില്ല. അല്ലാത്തവർ മുഖ്യം മൂല്യം വായത്തൊന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് പോകും. നിങ്ങൾക്ക് മനുഷ്യൻ്റെ വിഷമം അറിയാൻ പറ്റില്ല, കഷ്ടം ഞാൻ എത്ര അത് നടക്കണം, ഞാൻ ഒരൊറ്റ പെണ്ണല്ലേ, ഇങ്ങനെ ഈ മനുഷ്യന്മാർ വായത്തൊന്നൊക്കെ വിളിച്ച് പറയുമല്ല. അങ്ങനെ ഒന്നും വിളിച്ചു പറഞ്ഞ കാര്യമില്ല. ഉടമ്പടിക്കാർ ഉടമ്പടിയിൽ ഇരിക്കുന്നത് നമുക്ക് തന്നെ തോന്നുന്നത് നമ്മൾ ഉടമ്പടിയിലാണെന്ന്. അപ്പോൾ ഇവരൊന്നും മിണ്ടിയില്ല. കാര്യം എന്താണ്, അത് വേറെ സെൻട്രൽ ഓഫീസുണ്ട്, അത് മറിയത്തിൻ്റെ ഓഫീസിൽ ചെയ്യണ കാര്യമാണത്. ഇവർ ചെയ്യണ അല്ലത്, അതവരോട് ചെയ്യും. അത് ചെയ്തിട്ട് മാത്രമേ റിപ്പോർട്ട് ചെയ്യത്തുള്ളൂ. എന്നിട്ട് അവർ കണ്ട് പോകുന്നു. പിറ്റേ ദിവസം ഇവരെന്ത് ചെയ്താൽ ഇവർ ആ ഉപ്പ് കൊണ്ടുവന്ന് ഈ റിസർവേ മാറിപ്പോയ സ്ഥലത്ത് കൊണ്ടുവന്ന് വിശ്വപ്രമാണം ചൊല്ലി അവർ കുർബാനയ്ക്ക് പോയി. കുർബാനയ്ക്ക് പോയി ഞായറാഴ്ച തിരിച്ചു വന്ന ശേഷം റീസർവേ മാറിപ്പോയ പുരയിടത്തിൽ കൊണ്ടുവന്ന് ഈ ഉപ്പ് വിശ്വപ്രമാണം ചൊല്ലിയിട്ട് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു സർവേയർ ഇവരെ വിളിക്കും. അത് ടൈം കണ്ട, ടൈം എന്താ ഇങ്ങനെ നിൽക്കുകയാണ്. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു സർവേയർ വിളിക്കും, മാഡം നിങ്ങളുടെ നാളെ 11 മണിക്ക് നിങ്ങൾ ആ പുരയിടത്തിലുണ്ടാകണം, ഞാൻ അളക്കാൻ വരുന്നുണ്ടെന്ന്. നോക്കിയേ, ഇതാണ് ടൈം ഷോർട്ടണിങ് എന്ന് പറയണത്. ടൈം ഷോർട്ടണിങ്, സമയ ചുരുക്കം എന്ന് പറയും. മറിയം അത് ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ ആർക്കും തടുക്കാൻ പറ്റത്തില്ല. ഞാൻ തുറന്ന വാതിൽ ആരും അടക്കത്തില്ല, അടച്ച വാതിൽ ഇവിടെ കൂടെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, എന്റെ ഈശോയുടെ അമ്മേ, എന്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ, അമ്മേ എന്റെ അമ്മേ, എന്റെ ഈശോയുടെ അമ്മേ, എന്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. ആവേ മരിയ, ശ്രുതിയുടെ ഹല്ലേലൂയ. ആവേ മരിയ, കന്യാമാതാവേ, ആവേ മരിയ, കന്യാമാതാവേ, അമ്മേ എന്റെ അമ്മേ, എന്റെ ഈശോയുടെ അമ്മേ, എന്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. യെശയ്യാ 22:22. യെശയ്യാ 22:22. ദാവീദ് ഭവനത്തിന്റെ താക്കോൽ, ദാവീദ് ഭവനത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ ഞാൻ വച്ചു കൊടുക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ഇല്ല. ഇത് ഈശോയ്ക്ക് കിട്ടിയ അധികാരമാണ്, ദാവീദ് ഭവനത്തിന്റെ താക്കോല്. ആ അധികാരമാണ് അമ്മയുടെ മധ്യസ്ഥതയിൽ കൈമാറണത്. അമ്മ അവിടെ കൊണ്ട് ഒപ്പിട്ട് സമയം ആയില്ലെന്ന് പറഞ്ഞാൽ പോലും അമ്മ ഒപ്പിട്ട് കഴിഞ്ഞാൽ ആകാത്ത സമയം ആക്കിയെടുക്കും. എപ്പോഴും എൻ്റെ മക്കളോട് എനിക്ക് ആധിയോടും ഭീതിയോടും കൂടി പറയാനുള്ള കാര്യം, ഞാൻ പറയണത് ഏത് രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവണമെന്ന് എനിക്കറിയത്തില്ല.
കാര്യം ഇതിന് ഉടമ്പടിയുടെ ഒരു ജീവിതമുണ്ട്. അത് കുറച്ച് കാര്യം ഉടമ്പടി പ്രകാരം, കുറച്ച് കാര്യം തോന്നിവാസമായിട്ട് എടുക്കുക കഴിഞ്ഞാൽ ഉടമ്പടി ജീവിതമാകത്തില്ല. ഉടമ്പടി ഫുൾ ആൻഡ് ഫുള്ളായിട്ട് തന്നെ ഉടമ്പടി നിലപാടാണ്. ഉടമ്പടി എന്ന് പറയുന്നത് ഒരു നിലപാടാണ്, ശരിക്കും ഒരു സമീപന രീതിയാണ്. എല്ലാം ഉടമ്പടി പ്രകാരം. അവർ സംസാരിക്കാതെ പോകുന്നത് എന്താണ്? അത് ഉടമ്പടി പ്രകാരമാണ്. കാര്യം അവിടെ സംസാരിക്കേണ്ട കാര്യമില്ല. ആ ദൈവത്തിനെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മളിവിടെ മാനുഷികമായിട്ട് സംസാരിക്കേണ്ട കാര്യങ്ങളില്ല. കാര്യം മാനുഷികമായി സംസാരിച്ചു കഴിഞ്ഞാൽ ഉള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അരൂപി ചേഞ്ച് ചെയ്യും. നമ്മുടെ ഒരു ജീവിതം എന്ന് പറഞ്ഞ ഒരു ആത്മീയ ജീവിതമാണ്. ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനാ ജീവിതമല്ല. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ധ്യാന ജീവിതമല്ല. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ പെരുമാറ്റത്തിൽ നമ്മൾ എടുക്കുന്ന നിലപാടുകൾക്ക് ആത്മീയത ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ഷേർലി, ഹസ്ബൻഡ് ലാസർ. ഞങ്ങൾ ചാലക്കുടിയിൽ നിന്ന് വരുന്നു. ഞങ്ങൾ 90 മുതൽ ഞങ്ങൾ UAE ഷാർജയിലാണ് ജീവിച്ചിരുന്നത്. ഞങ്ങൾക്ക് വലിയ കുഴപ്പമില്ല, 2 മക്കളുണ്ട്. ഞങ്ങൾ വലിയ സന്തോഷകരമായിട്ട് ജീവിച്ചു പോരായിരുന്നു. 2016 ഞങ്ങളൊരു കെട്ടിടം പണിതു നാട്ടിൽ ചാലക്കുടിയിൽ. കെട്ടിടം പണിതപ്പോൾ കുറച്ച് ലോൺ എടുത്തു. അത് കഴിഞ്ഞ് പണി കഴിഞ്ഞ് ഞങ്ങൾക്ക് അതിൻ്റെ ലൈസൻസ് കിട്ടിയില്ല. കൈക്കൂലി ചോദിച്ചപ്പോൾ കൊടുത്തില്ല. ആ ഒരു വൈരാഗ്യത്തിൽ 1 വർഷം ഞങ്ങൾക്ക് നമ്പർ തരാതെ, ലൈസൻസ് തരാതെ ബിൽഡിംഗ് അവിടെ കിടന്നു. അതോടെ ഞങ്ങളുടെ പദ്ധതികളെല്ലാം പൊളിഞ്ഞു. മനുഷ്യൻ്റെ പദ്ധതികളെല്ലാം അവിടെ പൊളിഞ്ഞു പോയി. ആ സമയത്ത് തന്നെ ഞങ്ങൾക്ക് അവിടെ ഷാർജയിലാണ്, അവിടെ ഞങ്ങൾക്ക് ബിസിനസ് വർക്ക്ഷോപ്പാണ്, വണ്ടികളുടെ പരിപാടികൾ. അവിടെയും ചെറിയ പ്രോബ്ലംസൊക്കെ തുടങ്ങി. അങ്ങനെ മൊത്തത്തിൽ ഞങ്ങൾ പ്രതിസന്ധികളിലേക്ക് കടന്നു വന്ന് തുടങ്ങി. അങ്ങനെ 1 വർഷം കഴിഞ്ഞ് നമ്പർ കിട്ടി കഴിഞ്ഞിട്ട് പിന്നെ 2 വർഷം കടകളൊന്നും റെൻറ്റിന് പോകാതെ ബിൽഡിങ് പ്രശ്നമാണ്, കേസാണ് എന്നൊക്കെ പറഞ്ഞ് നാട്ടിൽ ഫ്ലാഷായി. അങ്ങനെ അതവിടെ കിടന്നു. അതിനുശേഷമാണ് പിന്നെ റെൻറ്റിനൊക്കെ പോയത്. ആ സമയത്ത് വെള്ളപ്പൊക്കം, കോവിഡ്, ഇങ്ങനെ പല പ്രതിസന്ധികൾ വന്നു. ലോണ് അടയ്ക്കാതെ അത് കുറച്ച് പെൻഡിങ്ങിൽ അവിടെ കിടന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിലില്ല. ഞങ്ങൾ എന്നിട്ട് കഴിഞ്ഞ ഞങ്ങൾക്ക് കോവിഡ് സമയത്ത് 2021 ജനുവരിയിൽ ഞങ്ങൾ ഷാർജയിലായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കോവിഡ് വന്നു. രൂക്ഷമായൊരു കോവിഡ് തന്നെയായിരുന്നു. അതിൽ ഹസ്ബൻഡിന് ചെറിയത് ബാധിച്ചു. ആൾക്ക് ഓർമ്മയില്ലാതായി, ഓർമ്മക്കുറവ്, മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ വന്നു. അത് കഴിഞ്ഞ് കോവിഡ് നെഗറ്റീവായപ്പോൾ ആൾ നോർമലായി തുടങ്ങി. അങ്ങനെ ഞങ്ങൾ മെയ്യിൽ മകൻ്റെ കല്യാണം തീരുമാനിച്ചിരുന്നു. അപ്പോൾ ഏപ്രിൽ ലാസ്റ്റിൽ ഞങ്ങൾ നാട്ടിലേക്ക് വന്നു. ഞങ്ങൾ വന്ന് ക്വാറൻറ്റൈൻ കഴിയുന്ന അന്ന് അയാളുടെ ഭർത്താവിൻ്റെ ചേട്ടൻ പെട്ടെന്ന് അറ്റാക്കായിട്ട് മരിച്ചു. ആ മരണമൊക്കെ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തുടങ്ങി ഹസ്ബൻഡിൻ്റെ സ്ഥിതി മോശമായി തുടങ്ങി. ആൾ സൈലൻ്റായി. കോവിഡ് വന്ന സമയത്തുണ്ടായ ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ ആൾ മൊത്തം കൈവിട്ടൊരു അവസ്ഥയിലേക്ക് എത്തി. 1 മാസം ഹോസ്പിറ്റലിൽ ലോക്ക് ചെയ്തിട്ടു. അങ്ങനെ ഇറങ്ങിപ്പോവാ ഓർമ്മയില്ല, എന്നെ പോലെ അറിയാത്തൊരു സ്റ്റേജിലേക്കായി. ഞങ്ങൾ 2 ആളും മാത്രമേ ഉള്ളൂ. കോവിഡാണ്, ആരുമില്ല, ഞങ്ങൾക്ക് നാടായിട്ടൊരു ബന്ധവുമില്ല. അങ്ങനെ ഒത്തിരി ഞാൻ ബുദ്ധിമുട്ടാൻ തുടങ്ങി. എൻ്റെ ജീവിതത്തിൽ വലിയ ദുരിതങ്ങളൊന്നും അനുഭവിക്കാതെ വന്ന ഞാൻ ദുരിതങ്ങളിലേക്ക് കടന്നു തുടങ്ങി. അങ്ങനെ ഞങ്ങൾ കുറച്ച് നാൾ അങ്ങനെ കടന്നുപോയി. പിന്നെ ഞങ്ങൾ രാജഗിരി ഹോസ്പിറ്റലിൽ കിടന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ 2 ആളും വീട്ടിൽ രാത്രിയൊക്കെ ആൾ ഉറങ്ങില്ല. എന്നെ അടിക്കണം, കൊല്ലണം എന്നൊക്കെയുള്ളൊരു ചിന്തയാണ് ആൾക്ക് എപ്പോഴും. അങ്ങനെ ഒരു അവസ്ഥ. അപ്പം ഞാൻ രാത്രിയും പകലും ഭയൊന്നും ജീവിച്ച് അറിഞ്ഞിട്ടല്ല, ആ ഒരു അവസ്ഥയിലായിരുന്നു. പിന്നെ പതുക്കെ ആൾ നോർമലായി തുടങ്ങി, പ്രാർത്ഥിച്ച് പിന്നെ ആയുർവേദ ട്രീറ്റ്മെൻറ്റൊക്കെ തുടങ്ങിയ ആൾ പതുക്കെ ഇപ്പോൾ കുറേയൊക്കെ ബെറ്ററായി. എന്നാലും പഴയതൊന്നും ഓർമ്മയില്ല. പലരുടെ പേര്, സ്ഥലം, അങ്ങനെ അങ്ങനൊരു സാധനം അതൊന്നും ഇപ്പോഴും പറയില്ല. എന്നാലും കുറേ അന്നത്തെക്കാളൊക്കെ ഒത്തിരി ബെറ്ററായി. എന്നെയൊക്കെ അറിയും. പിന്നെ ഇപ്പോൾ ഇരുത്തോടത്തിരിക്കും, മറ്റത് ഇരുന്ന് അപ്പനെ എഴുന്നേറ്റ് പോകും. പിന്നെ അന്വേഷിച്ചെടുക്കണം. അങ്ങനത്തെ ഒരു സ്റ്റേജൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഒരു സ്ഥലം ഞങ്ങൾ വിൽക്കാനിട്ടു. കാരണം ലോൺ അധികമായി, ലോൺ അടയ്ക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അപ്പം അങ്ങനെ സ്ഥലം വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കച്ചവടമായി കഴിഞ്ഞപ്പോൾ ഞാൻ ബാങ്കിൽ പോയി.
ഡ്യൂ അടയ്ക്കാൻ. അതുവരെ ബാങ്കിലെല്ലാം പോയിരുന്നു, ഒന്നും എനിക്കറിയില്ലായിരുന്നു, എല്ലാം ചേട്ടനെ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ബാങ്കിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ബാങ്കിലെ മാനേജർ പറയുന്നു, നിങ്ങൾക്ക് ലോണില്ല, നിങ്ങളുടെ സ്ഥലം ഞങ്ങൾ ബാങ്ക് ജപ്തി ചെയ്തു, ലേലം വിളിച്ചു, പരസ്യപ്പെടുത്തി എന്നൊക്കെ പറയുന്നു. ഞാനിത് കേട്ടതോടുകൂടി ഞെട്ടിപ്പോയി. കാരണം ഞങ്ങളിതൊന്നും അറിഞ്ഞിട്ടില്ല, ഇപ്പം നിങ്ങൾ ഞങ്ങളുടെ ഔദാര്യത്തിലാണ് ജീവിക്കണേ എന്ന് പറഞ്ഞു. 1 കോടിയാണ് ഞങ്ങൾ എടുത്തത്. ഒരു 6-7 കോടിയുടെ മുതലാണ് അവരുടെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ എനിക്കിത് കേട്ടതോടെ ഞാൻ, ഹസ്ബൻഡിന് ഒരു ഇതില്ല, കേൾക്കുമ്പോൾ ഒരു വികാരമില്ലാത്തൊരവസ്ഥയിലാണ് ആളിരിക്കുന്നത്. അപ്പം ഞാൻ അതുകൊണ്ടെല്ലാം എന്താ പറയുക സഹിച്ച് അതിജീവിച്ചു. കാരണം പറഞ്ഞ പ്രഷർ കൂടി പ്രശ്നങ്ങളാവുമെന്ന് വെച്ചിട്ട് ആളെ ഓർത്തിട്ട് എല്ലാം ഞാൻ കടിച്ചുള്ളിൽ ഒതുക്കി. ഒരു കണക്കിന് വീട്ടിൽ വന്നു, തളർന്നു വീണു. പിന്നെ എന്ത് ചെയ്യുമെന്ന് അറിയില്ല, അങ്ങനത്തെ ഒരു സ്റ്റേജ് കൂടെ കടന്നുപോയി. മുന്നിലൊരു വഴിയില്ല, എല്ലാ വഴി അടഞ്ഞു. അങ്ങനെ പിന്നെ ഈ കച്ചവടക്കാരോട് ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ കുറച്ച് പൈസ തന്നു. അവർ 1 കോടി അവർ തന്നു. ആ 1 കോടി കൊണ്ട് ഞങ്ങൾ ബാങ്കിൽ അടച്ചു. അപ്പം മുതലടച്ചു, പലിശ 1 കോടിയാണ് അവർ പറയുന്നത്. ഈ 1 കോടി അടയ്ക്കാനായിട്ട് ഒന്നുമില്ല. അപ്പോൾ ഇവർ 6 മാസം കഴിഞ്ഞിട്ടാണ് തീറ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബാങ്കായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, 6 മാസം കഴിയുമ്പോൾ തീറിന് തന്നാൽ വേണമെന്ന്. പക്ഷേ കച്ചവടം ചെയ്തവർ ആ ഡീൽ അവസാനിപ്പിച്ചു. അവർക്ക് അത് പൈസ ഉണ്ടായില്ല, അവർ സമയത്തിന് തീറ് നടത്തിയില്ല, അവരിൽ ഫണ്ടില്ല എന്ന് പറഞ്ഞ് തീറ് നടത്തിയില്ല. ഞങ്ങളപ്പോൾ തീറ് നടക്കാതെ കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നാട്ടിലേക്ക് വന്നു. നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവരുടെ അടുത്ത് സംസാരിച്ചപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങൾക്ക് ഫണ്ടില്ല, അതുകൊണ്ട് ഇനി ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഞങ്ങൾക്ക് അറിയില്ല എന്നൊക്കെ ആദ്യമൊക്കെ പറഞ്ഞു. പിന്നീട് ഞാൻ പറഞ്ഞു ഇതിങ്ങനെ പറ്റില്ല, നിങ്ങളൊന്നുകിൽ കരാർ ക്യാൻസൽ ചെയ്യണം, ഞങ്ങൾക്ക് വേറെ ആൾക്ക് കൊടുക്കണ്ടേ. അപ്പോൾ അവരതോട് സമ്മതിക്കുന്നില്ല. ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ബാങ്കിൽ ഇൻട്രസ്റ്റ് കൂടി, ആ ഇൻട്രസ്റ്റ് ഞങ്ങൾക്ക് തന്ന് നിങ്ങൾ എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ അവർ രൂപ തരാൻ തയ്യാറല്ല. അങ്ങനെ അപ്പോൾ 75 ലക്ഷം നമുക്ക് തരണം, 77 ലക്ഷം തരണം. 75 ലക്ഷം കൂടി അടച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ മാർച്ചിൽ 1 ടൈം സെറ്റിൽമെൻറ്റ് റെഡിയാണെന്ന് ബാങ്കുകാർ പറഞ്ഞു. പക്ഷെ ഇവർ തന്നില്ല. അങ്ങനെ ഇവർ ഞങ്ങൾക്കെതിരെ കേസ് കൊടുത്തു. ഞങ്ങൾ പൈസ തന്നിട്ട് തീറ് കൊടുത്തില്ല എന്ന് പറഞ്ഞ് കേസ് കൊടുത്തു, ഭൂമി അറ്റാച്ച് ചെയ്തു. ഞങ്ങൾക്ക് പിന്നെ അതും അടഞ്ഞു. അപ്പോൾ എല്ലാ വഴികളും ഞങ്ങളുടെ അടഞ്ഞു. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ മകൻ്റെ കല്യാണം ഉറപ്പിച്ചിരുന്നു നവംബറിൽ. ഒക്ടോബർ ലാസ്റ്റ് വീക്കിൽ അവർ വന്നിട്ട് പറയാണ് ഒരാഴ്ചയ്ക്കുള്ളിൽ വീട്ടിൽ നിന്ന് ഇറങ്ങണം, ഇനി നിങ്ങൾക്കിവിടെ താമസിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ അതിലേറെ വിഷമം. അപ്പോൾ ഞങ്ങൾ ഉടനെ വക്കീലിനെ കണ്ടപ്പോൾ വക്കീൽ പറഞ്ഞു നിങ്ങൾ സ്റ്റേ ഓർഡർ മേടിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സ്റ്റേ മേടിച്ചു. പിന്നെ വക്കീലും ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ മേടിച്ചു. അതിൻ്റെ ഇടയിൽ അവർ ഞങ്ങളെ 420 എന്ന് പറഞ്ഞ ജാമ്യമില്ലാത്ത അറസ്റ്റിനൊക്കെ ചെയ്തു. ഞങ്ങൾ വീട്ടിൽ നിന്ന് 3 ദിവസം മാറി നിൽക്കേണ്ട ഗതികേടൊക്കെ വന്നു. അങ്ങനെ മുൻകൂർ ജാമ്യത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. പിന്നെ ഹൈക്കോടതിയിൽ നിന്ന് ഞങ്ങൾക്ക് അവർ ഔട്ട് ഓഫ് മീഡിയേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം തന്നു. അതായത് കോർട്ടിന് പുറത്ത് നമ്മൾ സംസാരിച്ച് ഒത്തുതീർപ്പാക്കുക. അപ്പോൾ 1 കോടി എന്നുള്ളത് 1,42 ലക്ഷം കൂടി ഇനി ബാങ്കിൽ അടയ്ക്കണം. അപ്പം ഞങ്ങൾ അത് അവർ ഔട്ട് ഓഫ് കോർട്ട് മീഡിയേഷനിൽ ഞങ്ങൾ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു 3 തവണ എറണാകുളത്ത് ഹൈക്കോടതിയിൽ പോയി. പിന്നെ അപ്പോൾ അവർ പറഞ്ഞു ബാങ്കുകാർ പറഞ്ഞു 1 കോടി 10 ലക്ഷം അടച്ചു കഴിഞ്ഞാൽ 1 ടൈം സെറ്റിൽമെൻറ്റ് ഞങ്ങൾ റെഡിയാണ്. അത് ഈ കഴിഞ്ഞ മാർച്ച് 31 മുമ്പ് അടയ്ക്കണം, അല്ലെങ്കിൽ 1,42 തന്നെ നിങ്ങൾ അടയ്ക്കണം. ഇതാണ് ബാങ്ക് സംസാരിച്ചത്. കോർട്ട് പറഞ്ഞത് നിങ്ങൾക്ക് ഫുൾ എമൗണ്ട് തന്നെ ഇൻസ്റ്റാൾമെൻ്റ് ആക്കി തരാം, അപ്പം നിങ്ങൾ തീരുമാനിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 1 ടൈം സെറ്റിൽമെൻറ്റിന് തീരുമാനം എടുത്തു. അത് എന്താണെന്ന് ചോദിച്ചാൽ കർത്താവിൽ ആശ്രയിച്ചിട്ട് തീരുമാനം എടുത്തു, ഒപ്പിട്ട് കൊടുത്തു പോന്നു. ഇവിടെ വന്നു ഞാനിങ്ങനെ ഓരോ ദിവസം കിടക്കുന്തോറും എൻ്റെ ഉറക്കമില്ലാത്തൊരു സ്റ്റേജിലായി. അങ്ങനെ 20-ാം തീയതി അപ്പോൾ ഞങ്ങൾ ടേക്ക് ഓവർ നോക്കുമ്പോൾ അത് നടക്കുന്നില്ല. പിന്നെ അവർ പറഞ്ഞു കുറച്ച് പൈസ 50 ലക്ഷം അടച്ചാൽ നിങ്ങൾക്ക് ലോൺ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ 50 ലക്ഷം അടയ്ക്കാനായിട്ട് 50 ലക്ഷവും ഇല്ല. അങ്ങനെ എല്ലാം കൊണ്ടും തകർന്നിരിക്കുന്ന സമയത്താണ് ഞാൻ കഴിഞ്ഞ 13-ാം തീയതി മാർച്ച് 13-ാം തീയതി ഇവിടെ വരുന്നത്. അപ്പോൾ എനിക്ക് UAE ലൈസൻസേ ഉള്ളൂ. ഇവിടുത്തെ ലൈസൻസൊന്നും ഞാൻ എടുത്ത് വണ്ടി അങ്ങനെ ഓടിക്കുന്ന ആളൊന്നുമല്ല. വയ്യാതെ ആയപ്പോൾ ഞാൻ പതുക്കെ വണ്ടിയൊക്കെ ഓടിച്ചു. എന്തോ ഒരു ധൈര്യം. അപ്പം ഞാനൊരു ഓൺലൈനിലൊരു സാക്ഷ്യം കേട്ടിരുന്നു. ഒരു ചേച്ചി ഒരു ചേട്ടനോട് പറയാണ് എൻ്റെ വസ്തു വിറ്റ് പോകണില്ല, അത് വസ്തു വിറ്റിട്ടാണ് മകളുടെ കല്യാണം ഉറപ്പിച്ചിട്ട് കെട്ടിക്കാൻ, സ്ത്രീധനം കൊടുക്കാതെ. അങ്ങനെ ആ വിഷമിച്ച് പറഞ്ഞപ്പോൾ ആ ഒരു ചേട്ടൻ പറയാണ് നിങ്ങൾ കൃപാസനത്തിലേക്ക് ഓടിക്കോളാൻ. ഇതെൻ്റെ മനസ്സിൽ ഇങ്ങനെ തങ്ങി. അപ്പം ഞാനും വിചാരിച്ചു കൃപാസനത്തിലേക്ക് ഓടാം, വേറൊരു മാർഗ്ഗം എൻ്റെ മുമ്പിലില്ല.
ഞാൻ വണ്ടി എടുത്ത് 2-2.5 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് ഇവിടേക്ക് വന്നു. എനിക്ക് പോലും അറിഞ്ഞുകൂടെ ഞാനത് എങ്ങനെയൊക്കെ ഡ്രൈവ് ചെയ്ത് ഇവിടെ എത്തിയത്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ ഒക്ടോബർ 9-ാം തീയതി ഇവിടെ വന്നിരുന്നു. ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് മാതാവിൻ്റെ അടുത്തുനിന്ന് ഇങ്ങനെ പെട്ടെന്ന് മുല്ലപ്പൂവിൻ്റെ ഒരു മണം നല്ലപോലെ എനിക്ക് കിട്ടിയിരുന്നു. ഇന്നും എനിക്കിവിടെ വന്നു കഴിഞ്ഞപ്പോൾ തുടങ്ങി മുല്ലപ്പൂവിൻ്റെ മണം എന്നെ ഇങ്ങനെ പൊതിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇവിടെ വന്നപ്പോൾ തുടങ്ങിയുള്ളത് അത്. അങ്ങനെ അപ്പോൾ ആ ഒരു ഉള്ളിൽ ആ ഒരു മാതാവിൽ ആശ്രയിച്ച് വണ്ടി ഓടിച്ച് ഇവിടെ വന്നു. ഉടമ്പടി പുതുക്കി. അത് കഴിഞ്ഞ് ഞാൻ അച്ഛനെ കാണാനുള്ള പെർമിഷൻ കിട്ടി അച്ഛനെ കണ്ടു. അപ്പോൾ അച്ഛൻ ഇവിടെ കണ്ടപ്പോൾ അച്ഛൻ എന്നോട് ചോദിച്ചു, നിങ്ങളുടെ മുമ്പിൽ എന്താണ് ഒരു വഴിയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, ഇങ്ങനൊരു കച്ചവടം നടന്നു, പക്ഷെ അത് ബ്ലോക്കായിട്ട് നടക്കുന്നില്ല എന്ന് പറഞ്ഞു. അച്ഛൻ പ്രാർത്ഥിക്കുക, ധൈര്യമായിട്ട് പൊക്കോളാനും പറഞ്ഞു. ഞങ്ങൾ പോയി. അവിടെ ചെന്ന് ഓരോ ദിവസം കഴിയും തോറും എൻ്റെ ഉറക്കമില്ല. 31-ാം തീയതി അടുക്കല്ലേ, ഒരു വഴി മുമ്പിലില്ല. അങ്ങനെ 25-ാം തീയതിയായി, 26-ാം തീയതിയായി.